പ്രിയപ്പെട്ടവരെ, നമുക്ക് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട ഓണത്തിന് നമുക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരൻ, സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സാറാണ്. രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സാറാണ് നമ്മുടെ പടവുകളിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. ആദരണീയനായ മാഷെ ഗുരുനാഥനെ നമ്മുടെ പടവുകളിലേക്ക് സ്വാഗതം ചെയ്യാം. മാഷെ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇപ്പോൾ മാഷെ നമ്മളൊരു കാര്യം ചോദിക്കട്ടെ. ഈ സംഗീതജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം ഒരു ജീവിതചര്യയായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങയുടെ ഈ ഒരു ജീവിതക്രമം എങ്ങനെ സാറേ? ജീവിതക്രമം എന്ന് പറഞ്ഞാൽ സംഗീതത്തിനെ ഉപാസിക്കലാണ്. ജീവിതക്രമം എന്ന് പറഞ്ഞാൽ സംഗീതത്തിൽ ഭക്ഷണത്തിലും ഇതൊക്കെ ചെറിയ ചില നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്താറുണ്ട്. ഓവറായിട്ടൊന്നുമില്ല. എങ്കിലും നമുക്ക് ഒരു ഡെഡിക്കേഷൻ മ്യൂസിക്കിനോട് വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ജീവിതത്തിൽ കുറേ ഡിസിപ്ലിൻ വരും. അച്ചടക്കങ്ങൾ. അതെ. അർപ്പണ മനോഭാവമാണ് സംഗീതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അല്ലേ? അതെ, അർപ്പണ മനോഭാവം. അർപ്പണ മനോഭാവം ഇല്ലാതെ ഏത് കലയും സ്വായത്താക്കാൻ കഴിയില്ല. പിന്നെ കുറേ പണം സമ്പാദിക്കലല്ലോ കാര്യം. ഞാൻ വിചാരിക്കണത് മാത്രമല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരാതിരിക്കുക എന്തോ ആവട്ടെ, നമ്മളെ ദൈവം ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ ആ കലയോടുള്ള സമർപ്പണം, ഡെഡിക്കേഷൻ, അത് തന്നെയാണ് ഏറ്റവും. ഇപ്പോൾ നോക്കൂ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായ ചെറുപ്പം മുതൽ തന്നെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ഇപ്പോൾ വളരെ ബാല്യത്തിൽ അങ്ങ് ശിഷ്യത്വം സ്വീകരിച്ച ആളാണ്. അത് വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ഗുരുത്വം, ഈശ്വരാധീനം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതായത് ഭാഗവതരെ പരിചയപ്പെട്ടത് എനിക്കപ്പോൾ വയസ്സൊരു 23-24 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആ കാലത്ത്. അതായത് എൻ്റെ ഒരു റേഡിയോ പ്രോഗ്രാം, ആകാശവാണി പ്രോഗ്രാം, അത് ഭാഗവതർ കേട്ടു എന്ന് പറയണത് ചെമ്പയിലുള്ളപ്പോൾ. അദ്ദേഹം മദ്രാശിയിലാണല്ലോ അധികം ഉണ്ടാവുക. അത് കേട്ടപ്പോൾ അദ്ദേഹം ആരോടോ ചോദിച്ചു, ഈ പാടുന്ന ആളാരാ? അന്ന് റേഡിയോ അല്ലേ ഏറ്റവും മുഖ്യമായിട്ടുള്ള വാർത്താവിനിമയം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പടിപ്പരിക്കൽ ഉണ്ണി രാജകുമാരൻ മണ്ണൂർ നായർ ഇവിടുത്തെയാണ്. ഓഹോ, നന്നായി പാടുന്നുണ്ട്, എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊല്ലം തന്നെ ഗുരുവായൂർ ഏകാശിക്കാലത്ത് ചൗടയുടെ ഒരു വലിയ ശിഷ്യനുണ്ട്, CR മണിയായിരുന്നു. 7 കമ്പിയിൽ വയലിൻ വായിക്കുന്ന ആള്. ചൗടയെ 7 കമ്പിയിലാണല്ലോ. അദ്ദേഹം ഇവിടെ നിങ്ങളുടെ വീട്ടിൽ അനിയത്തിമാരെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, CR മണി ഇല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഉണ്ണിയെ ഭാഗവതരൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഗുരുവായൂർ പോകുന്നുണ്ട്, ഉണ്ണി ഒപ്പം വന്നോളൂ. ഓ അയ്യോ, ഭാഗവതരായിട്ട് എൻ്റെ അച്ഛനായിട്ടുള്ള പരിചയമാണ് ഭാഗവതര. എന്നിട്ട് നേരെ ഗുരുവായൂർ പോയിട്ട് അവിടെ ഇദ്ദേഹം ഒരു മുറിയിലിങ്ങനെ ശരിക്കും ഒരു ബ്രഹ്മ തേജസ്സാണ് ആ മുഖത്തുള്ളത്. അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മണിയർ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണി, അന്ന് പാട്ട് കേട്ടു പോറില്ലേ? ഓ, താനാണെന്ന് പാടിയല്ലേ ചോദിച്ചു. അദ്ദേഹം അസ്സലായി പാടിയിട്ടോ. ക്ഷീരസാഗര അങ്ങനെ എന്തോ പാടുന്നു, ക്ഷീരസാഗരയൊക്കെ ഗംഭീരമായി. ഞാൻ ഒന്ന് കാലിൽ തൊട്ട് വന്നിച്ചു. ആട്ടെ, എനിക്ക് സംഗീതോത്സവം നടക്കുകയാണ് അവിടെ, എല്ലാവർക്കും ഓരോരോ പാട്ടാണ്, താനൊരു 3-4 പാട്ട് പാടണം എനിക്കെന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. അന്ന് വൈകുന്നേരം ഭാഗവതരൻ്റെ മുമ്പിൽ ഇരുന്ന് വലിയ നിലവിളക്കുണ്ട്. അന്നത്തെ പോലെ പുറത്തല്ല സംഗീതോത്സവം, ഉള്ളിലാണ്. ആ തിരിയൊക്കെ കൊളുത്തി പാടിക്കൊള്ളു പറഞ്ഞു. പാടിയിട്ട് ഞാൻ ആദ്യം പാടിയത് സഫലമാക്കിടേണം ഈ മമ ജന്മം സരസീരുഹാഷ, ഒരു പാട്ടുണ്ട്. അത് ഞാൻ തന്നെ സംഗീതം ചെയ്തതാണ്. ഇത് ലളിത അല്ല, ഞാനല്ല. ഈ പാട്ട് ഭാഗവതർ ട്യൂൺ ചെയ്തിട്ട് സരസ്വതി രാഗത്തിൽ ഭാഗവതർ ട്യൂൺ ചെയ്ത് അങ്ങ് പാടി. അതെ, ഭാഗവതർ ട്യൂൺ ചെയ്തിട്ട് പുസ്തകമുണ്ടേ, ലളിതാദാസൻ. അതെ, അതിലത്തെ ഒരു ഗാനമാണ് പാടിയത്. അപ്പോൾ സഫലമാക്കിയിടേണം ഈ മമ ജന്മം എന്ന് പാടിയപ്പോൾ തന്നെ ഭാഗവതർ നിർത്തൂ, തൻ്റെ ജന്മം ഇപ്പോഴേ സഫലമായില്ല, ഇനി എന്തിനാ ഈ സഫലമാക്കിയിടണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഞാൻ ഒന്ന് ചിരി. പിന്നെ അങ്ങനെ അന്നത്തെ അങ്ങനെ കഴിഞ്ഞു. ഒരു 3-4 പാട്ട് പാടി വളരെ സന്തോഷം. എല്ലാ കൊല്ലവും ഇവിടെ വരണം, ഞാനുണ്ടാവും. ചെമ്പയിൽ വരുമ്പോഴും
ഞാനുണ്ടാവും ഭാഗവതരെ എപ്പോഴെങ്കിലും ഞാൻ ഒന്നും എനിക്ക് പറയാനും ബുദ്ധിമുട്ട്, പഠിക്കണം എന്ന് പറയാനും ബുദ്ധിമുട്ട്. താനേ പരിഗണ കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയണതൊക്കെ ഞാൻ പറഞ്ഞുതരാം. തനിക്ക് എപ്പോഴാണ് സൗകര്യച്ചാൽ വരൂ, ചെമ്പയിലാണെങ്കിൽ അങ്ങോട്ട് വരൂ, അല്ല മദ്രാസിലാണെങ്കിൽ അവിടെ വരൂ, ഗുരുവായൂരാണെങ്കിൽ ഇവിടെ വരൂ, നീ വീട്ടിൽ വരണം. ഭാഗവതരെ പറഞ്ഞു വീട്ടിൽ വരണമെങ്കിൽ ഞാൻ ഭാഗവതരെ അങ്ങനെയൊന്നും പറയരുതേ, വീട്ടിൽ അങ്ങനെ ഞാൻ ഇടയ്ക്ക് മദ്രാസിൽ പോവും, ഇടയ്ക്ക് ഗുരുവായൂർ കാണും, ഇടയ്ക്ക് ചെമ്പയിൽ വരുമ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ മറ്റ് അന്നത്തെ കാലത്തെ ബ്രാഹ്മിൻസ് ആണല്ലോ അന്നത്തെ, അവർക്ക് ഉള്ള ഇല്ലാത്ത ഒരുപാട് നല്ല ഗുണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. അവരെല്ലാവരും മോശമല്ല, അവർ ഈ നോൺ ബ്രാഹ്മിൻസിനെ അന്ന് അത്ര പ്രോത്സാഹിപ്പിക്കാത്തൊരു കാലമായിരുന്നു. അറിയുമല്ലോ, ബിജുവിനും അറിയാമല്ലോ. അതെ, യേശുദാസൊക്കെ, അദ്ദേഹം യേശുദാസിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച മുന്നിൽ കൊടുത്തിട്ടുള്ള ആളല്ലേ. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും ജാതി മത ചിന്തകൾക്ക് അപ്പുറമാണ് കല, പ്രത്യേകിച്ച് സംഗീതം. അങ്ങനത്തെ ആൾക്കാർ ആരായാലും എനിക്ക് അതുകൊണ്ട് എതിർപ്പൊക്കെ ഉണ്ട്, എൻ്റെ ജാതിയിൽ തന്നെ എതിർപ്പുണ്ട്. കാരണം എന്തിനാതിങ്ങനെ പുറപ്പെടണേ, നമ്മുടെ ജാതിക്കാരില്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഞാനതിനൊന്നും കൂട്ടാക്കില്ല. അങ്ങനെ കുറേ കാലം അദ്ദേഹം പറഞ്ഞു. സംഗീതത്തിന് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല, ജാതി ലിംഗം മത വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമാണ് സംഗീതം. മനുഷ്യൻ എല്ലാം ഒരേ ഈശ്വരൻ്റെ സൃഷ്ടി. അതെ അതെ, ഈശ്വര സൃഷ്ടിയാണ് എല്ലാം. അതാണ് അതൊരു മയാണല്ലോ, ഈശ്വരമയ. അക്കാലത്ത് അദ്ദേഹം ഈ ഒറ്റപ്പാല ഒരു സംഗീത ആസ്വാദക മണ്ഡലം എന്ന് പറഞ്ഞൊരു മണ്ഡലുണ്ട് ഒറ്റപ്പാലത്ത്, ആ കാലത്തുണ്ടായിരുന്നു. അവരെ ഒരു പുരസ്കാരം എനിക്ക് തരാൻ നിശ്ചയിച്ചു, രാഗരത്നം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭാഗവതരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് അവർക്ക് മോഹം. ഭാഗവതർ സന്തോഷമായിട്ട് കോട്ടായിലുള്ള കാറിൽ വന്നിട്ട് എനിക്ക് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെടുത്തും അത് സ്വീകരിച്ചു, രാഗരത്നം. അതെ, രാഗരത്നം എന്നുള്ള പുരസ്കാരം സ്വീകരിച്ചു. ആ ഭാഗ്യം. അതെ അതെ അതെ. അത് കഴിഞ്ഞ് പറഞ്ഞു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം, പാട്ടും കാണണം, എനിക്ക് അറിയണതൊക്കെ ഞാൻ പറഞ്ഞുതരാം. രാധിക കൃഷ്ണ എന്ന ഒരു ഗാനം, അത് വലിയൊരു ഇതാണ്. അതാണ് അങ്ങയുടെ ഒരു അതെ അതെ, അങ്ങനെയാണ് അറിയുക. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓണത്തിന് ഒന്ന് നോക്കിയാലോ. അതിൻ്റെ ഉത്ഭവം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അതായത് ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, ഗാനരചയ പ്രസിദ്ധനാണ്. അദ്ദേഹം തൃശ്ശൂര് വടക്കനാഥ ക്ഷേത്രത്തിലെ ഒരു ഭക്തിഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ലക്ഷാർച്ചനയായിരുന്നു അവിടെ ഭക്തിഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ ഞാനും കമുകറ പുരുഷോത്തമൻ, പി ലീല ചേച്ചി, സുധാവർമ്മ, പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ, പിന്നെ നെയ്യാറ്റിൻകര വാസുദേവൻ, ഞങ്ങളെല്ലാവരും കൂടി ഭക്തിഗാനമേളയായിരുന്നു. ഇതിൽ ഞാൻ പാടിയത് സത്യശിവ സൗന്ദര്യങ്ങൾ. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം, അതിലൊരു അങ്ങനെ ഒരു ഫിലിം സോങ് ഉണ്ടല്ലോ, അത് പാടി. ഇപ്പോൾ രാധികാ കൃഷ്ണ കേൾക്കണം, ഇതേ രൂപത്തിലല്ല, ഇതേ രാഗത്തിൽ പീലിയിലെ പണ്ട് പാടിയിട്ടുണ്ട്. ഈ രാഗത്തിൽ ട്യൂണിതല്ല, അതും പാടി. അത് പാടിയിട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നല്ല ശബ്ദം ദാസേട്ടനെ, യേശുദാസിനെ പോലെയുണ്ട്, യേശു എന്നാണ് വിളിക്കാൻ അങ്ങനെ, യേശുവിനെ പോലെയുണ്ട്, ഞാൻ ഒരു സിനിമ എടുക്കാച്ചാൽ പാടാൻ വരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഏതാണ്ട്. ഇതിപ്പോൾ ഒരു 75 ആ ഘട്ടത്തിലാണ്. വിളിച്ചു എന്നെ, ടെലിഗ്രാമാണ്, ഫോണൊന്നുമില്ല. മദ്രാസിൽ വരാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് ഞാൻ നേരെ പോയപ്പോൾ അദ്ദേഹം എഞ്ചിനീയറാണല്ലോ, അദ്ദേഹത്തിൻ്റെ റൂമിലിരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട്, അന്ന് വിഷു കൈ നേട്ടുന്ന അതിന് പേര്, ഇപ്പോഴേ മോഹിനിയാട്ടം, പിന്നെ മോഹിനിയാട്ടം, ഇങ്ങനെ ഒരു ഫിലിം എടുക്കുന്നുണ്ട്, ഇതിൽ പാടാൻ ഒരു ഉണ്ണിയെ പറ്റുമോ നോക്കാനാണ്. അത് എൻ്റെ കൊണ്ട് മാത്രമായില്ല, നമ്മളൊരു നരിയുടെ അടുത്തേക്കാണ് പോകണം, ദേവരാജൻ മാഷെ. ഭയങ്കരനാണ്, ഒരുവിധ ആൾക്കാരൊന്നും അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം പറ്റില്ല പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മടങ്ങി പോകാൻ ബുദ്ധിമുട്ട് വരുമോ ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, തമ്പിച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു, അത് കഴിഞ്ഞാൽ മടങ്ങി പോകുന്നത്. എന്നിട്ട് വൈകുന്നേരം ദേവരാജൻ മാഷ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ മാഷെ, ഞാൻ പറഞ്ഞ ആൾ ഇതാണ് ഉണ്ണി, പാടാൻ പറഞ്ഞില്ലേ, ഇയാൾ കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. ശരി, കർണാടക സംഗീതം വേണ്ട, ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് പാടിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുഷ്പാഭരണം പാടി. അത് തമ്പിയുടെ അല്ലേ, പുഷ്പാഭരണം കേട്ടില്ലേ, അത് പാടിയിട്ട് പല്ലവി അനുപല്ലവി കഴിഞ്ഞപ്പോഴും ഒരു എണ്ണക്കമില്ല. ഇത് എങ്ങനെ ഇരിക്കുന്നുണ്ട്, ഹാർമോണിയത്തിൽ കൈയും വെച്ച് തലതാത്തി ഇരിക്കുന്നുണ്ട്, പ്ലസ് മൈനസും ഇല്ല. അപ്പോൾ തമ്പി എന്നോടൊന്ന് പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ,
അയാൾക്ക് അയാളുണ്ടാക്കിയിട്ടുള്ള പാട്ട് പാടുന്നുണ്ടാവും. ചക്രവർത്തിനി അറിയോ ചോദിച്ചു. ഓ ചക്രവർത്തിനി അത് പാടി. അതും പല്ലവി അനുപല്ലവിയും കഴിഞ്ഞിട്ട് ഇതേപോലെ യാതൊരു ചലനവും. അപ്പോൾ ഒരു നിശബ്ദത കുറച്ച് നേരത്തിന്. അപ്പോൾ എൻ്റെ അടുത്ത് ജയന്തൻ ഇരിക്കുന്നുണ്ട്. ജയന്തൻ പാട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. മാധുരി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാഷേ എന്താണ് ചോദിച്ചു ഒരു തമ്പി. അല്ല ഇയാൾ സിനിമയിലൊന്നും അല്ലാത്ത വല്ല ലഘുശാസ്ത്രീയായിട്ട് അങ്ങനെ വല്ല ഗാനങ്ങളും പാടുമോ ചോദിച്ചു. അപ്പം ഞാൻ തന്നെ ട്യൂൺ ചെയ്തൊരു ഗാനം ഉണ്ടായിരുന്നു. ശിശിരരഥത്തിൽ ശിരീഷ സുമങ്ങളിൽ ശീതള നീല ദിനാന്തളങ്ങളിൽ ഈ ഒരു പാട്ട്. ഇത് പാടിക്കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ദക്ഷിണാമൂർത്തി സ്വാമി ട്യൂൺ ചെയ്തതല്ലേ ഇത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല സാർ ഇത് ഞാൻ ട്യൂൺ ചെയ്തതാന്ന് എന്നെ മുഴുവിപ്പിച്ചില്ല. തമ്പി അതിൻ്റെ ഇടയിൽ കിടന്ന് പറഞ്ഞു എന്താ ഉണ്ണി പറഞ്ഞത്, ആരാ ട്യൂൺ ചെയ്തതെന്നാണ് ചോദിച്ചത്. സ്വാമി അല്ല സാർ മാഷേ ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ട്യൂൺ ചെയ്തതാണോ. ഞാൻ എന്താ വിട്ടു ഇതെന്താ ഞാൻ ട്യൂൺ ചെയ്തത് ഇങ്ങനെ പറയണേ. ഒന്നും വിട്ടിയതുമില്ല. ശരി നാളെ അങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വാ, അവിടുത്തെ ശബ്ദം കൂടി നോക്കിയാലേ പറ്റുമോ. ഓ ശരിയോ. എന്നിട്ട് കാറിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞു അയാൾക്ക് ആ ട്യൂൺ ഇഷ്ടമായി, ഇത് ഉണ്ണി തന്നെ ട്യൂൺ ചെയ്ത് പറഞ്ഞാൽ നാളെ ഇതേ ഒറ്റ കാരണം പറഞ്ഞ് വേണ്ടാവിക്കും. കാരണം ഇത് എനിക്ക് ഉണ്ണിയെക്കാട്ടിൽ അറിയാം ഈ ഫീൽഡ് അങ്ങനത്തെ ഫീൽഡാണ്. ഈ ഒറ്റ കാരണം ഇയാൾക്ക് മ്യൂസിക് ഡയറക്ടർ ആവാലോ, അതുകൊണ്ടാവും. അപ്പം ഞാൻ എനിക്കിതൊന്നും അറിയില്ലോ. പിറ്റേ ദിവസം പോയി, പിറ്റേ ദിവസം പാടിയിട്ട് പിന്നെ എന്താ പറയണ്ടേ മുഴുവിക്കലിന് മുമ്പേ റെക്കോർഡിസ്റ്റ് എന്ന് തോന്നുന്നു മൈക്രോഫോണിക് വോയിസാണ്, ബെസ്റ്റ് വോയിസാണ്. തമ്പി അതിൽ പിടിച്ചു. അപ്പോൾ മാഷെ ഇനിയിപ്പം ശരിയാക്കാമല്ലോ മൈക്രോഫോണിക്കോ അദ്ദേഹം പറഞ്ഞോലോ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു പാടുകയൊക്കെ ചെയ്തു നന്നായിട്ട്, പക്ഷേ ഇവിടെ താമസിക്കേണ്ടി വരും ഒരാഴ്ച. അന്ന് അങ്ങനെയാണ്, പെട്ടെന്ന് ബിറ്റായി എടുക്കുകയല്ലോ, എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ എടുക്കാം, ഇവിടെ താമസിക്കാൻ വിരോധമില്ല പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒരാഴ്ച മാഷയുടെ അടുത്ത് വരും, പാട്ട് പഠിക്കും. അതിൽ മാഷെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ ജീനിയസാണ്. മാഷയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ജീനിയസാണ് മാഷെ. എനിക്കൊരു ട്യൂണ് പറഞ്ഞു തരും, പകുതി പല്ലവി. അത് കഴിഞ്ഞ് അടുത്ത ജയന്തരന് വേറൊരു ട്യൂണ് പറഞ്ഞു കൊടുത്തു. അതെന്തായിരുന്നു അറിയോ? ഹൃദയേശ്വരി നിന്നെ വീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടിട്ടില്ലേ? അതെ, ഈ പാട്ട് അത് ഇൻസ്റ്റൻറ്റേനിയസ് ട്യൂണിങ്ങാണ്. അപ്പോൾ തമ്പി പോക്കറ്റിൽ നിന്ന് ഈ കടലാസ് എഴുതി കൊടുത്തു, അത് നോക്കി ട്യൂണുണ്ടാക്കി. മാധുരിക്ക് വേറൊരു പാട്ട് പല്ലവി എനിക്ക് പറഞ്ഞു തന്നിട്ട് അത് പഠിക്കാൻ അടുത്ത മുറിയിലേക്ക് അയച്ചു. അത് പഠിച്ച് ഞാൻ വരുമ്പോഴേക്കും അനുപല്ലവി അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചു തന്നു. മാധുരിക്ക് വേറെ ജയന്തൻ. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ അറ്റ് എ ടൈം 3 ഡിഫറൻറ്റ് ട്യൂണ് കമ്പോസ് ചെയ്യൽ വളരെ അത്ഭുതമാണ്. കാരണം നമ്മൾ ഒന്നു തന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയാണ് ഇതിൻ്റെ റെക്കോർഡിങ് ഉണ്ടായത്. നമുക്ക് അതൊന്ന് രാധിക കൃഷ്ണ. രാധിക കൃഷ്ണ 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 രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവാ സരസമസൃണമപി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം രാധിക കൃഷ്ണ രാധിക ശ്വസിത പവനമനുവമ പരിണാഹം മദനദഘനമിവ വഹതി സദാഹം ദിശി ദിശി കീരതി സജലകണ ജാലം നയന നളിനമിവ വിഗലിത നാളം രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവാ സരസമസൃണമപി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം
രാധിക കൃഷ്ണ രാധിക കൃഷ്ണ രാധിക രാധിക കൃഷ്ണ കൃഷ്ണ രാധിക ഈശ്വര, ഒരു പുണ്യമായ ഒരു ഇതാണ്, നിമിഷങ്ങളാണ്. ഇനി ഒരു അനുചരണം ഉച്ചാരണം കൂടി ഉണ്ട്, അത് വേണ്ട. അത് മതി. അത് വലിയ ഇതാണ്. മാത്രമല്ല ഈ സംഗീതത്തിൽ പ്രധാനപ്പെട്ടത് സ്വരശുദ്ധി തന്നെയാണ്. അതെ, ഈ സ്വരശുദ്ധിയിലെ ലാളിത്യമാണ് ഒരു സംഗീതജ്ഞന് ഏറ്റവും വേണ്ടത്. അതാണ് അങ്ങ് എപ്പോഴും പറയാറുള്ളത്. അങ്ങയുടെ ബിരുദാനന്തര ബിരുദമൊക്കെ കെമിസ്ട്രിയാണ്, രസതന്ത്രമാണ്. ഒരു രസതന്ത്രജ്ഞനായ രസതന്ത്ര അധ്യാപകനിൽ നിന്നാണ് സംഗീത അധ്യാപകനിലേക്കുള്ള മാറ്റം ഉണ്ടായത്, അല്ലേ? അതൊക്കെ ഒരു വല്ലാത്ത. ഇപ്പോൾ ഒരു 50 വർഷം ആയി, 50 വർഷത്തിലധികമായി എല്ലാ ഏകാദശി നാളിലും ഗുരുവായൂർ പോയി ആലപിക്കുക. അത് ആ ഒരു എങ്ങനെ? അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 974 എനിക്ക് 34 വയസ്സ്, ഇപ്പം എനിക്ക് 84, 50 വർഷം മുമ്പത്തെ കഥ പറഞ്ഞു. അന്ന് ഭാഗവതർ ഞാനും യേശുദാസും ഭാഗവതരും കൂടി പാലക്കാട്ടൊരു കച്ചേരി നടത്തി. അപ്പോൾ ഞാൻ പാടാൻ പോയതല്ല, ഭാഗവതരെ കണ്ട് വന്ദിക്കാൻ പോണതാണ്. അപ്പോൾ ഭാഗവതർ പറഞ്ഞു, ഒന്ന് ഞങ്ങളുടെ ഒപ്പം താനും പാടണം. ഭാഗവതരെ അത് വേണോ? കാരണം ഇത് ഞാൻ തുഴഞ്ഞ് കയറുന്ന പോലെ ആൾക്കാർക്ക് അത്യാവശ്യം പരിചയമുള്ളവരുണ്ടല്ലോ. എൻ്റെ കൈ പിടിച്ചങ്ങോട്ട് കയറും, നമുക്ക് 3 നാൾ കൂടി പാടാം. അന്ന് ഞങ്ങൾ 3 നാൾ കൂടി പാടിയപ്പോൾ ഭാഗവതരോട് പറഞ്ഞു, അടുത്ത മാസം 74 ഇതിപ്പോൾ 74 മാർച്ചിൽ അങ്ങനെ എന്തോ കാലാണ്, കൃത്യമാസം ഓർമ്മയില്ല. ഞാൻ എന്താ പറയണ്ടേ, മദിരാശിയിൽ എൻ്റെ വീട്ടിൽ വരൂ താൻ, അവിടെ കച്ചേരി ഉണ്ട് എനിക്ക് പറഞ്ഞു. ഒരു കല്യാണ കച്ചേരിയാണ്, ഭാഗവതർ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. എന്നാൽ തമ്പൂരു എൻ്റെ എടുക്കാം, അവിടെ വരൂ. ഞാൻ ഇവിടുന്ന് ഭാഗവതരുടെ തമ്പൂരു എടുക്കാം കച്ചേരിക്ക്, താൻ ഇവിടെ തമ്പൂരു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സാന്തോം ബീച്ചിൻ്റെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്, ലളിതാ മഹൽ. ഞാൻ രാജേന്ദ്രനുണ്ട്, വയലിൻ രാജേന്ദ്രൻ, തൃശ്ശൂർ സി രാജേന്ദ്രൻ, പിന്നെ മൃദംഗം പാലക്കാട് എസ് എ രാമകൃഷ്ണൻ. പഴമല്ല, പഴയ രാമകൃഷ്ണനായിരുന്നു. ഞങ്ങൾ 3 നാളായിരുന്നു, 3 നാൾ കൂടി പോയി. അവിടെ ചെന്നപ്പോൾ ഭാഗവതരുടെ സിംപ്ലിസിറ്റി കണ്ടതാണ്. ഈ അരികോലായ പറഞ്ഞാൽ അറിയില്ലേ, വീടിൻ്റെ പഴയ വീടുകളിലൊക്കെ ഈ പുറത്തു വരുന്നുണ്ടാവും. അതിൽ ഭാഗവതരെ ഇരിക്കുന്നുണ്ട്, ഒരു ശ്രുതി ബോക്സ് മീട്ടിയിട്ട് ഒരു 10 വയസ്സായിട്ടൊരു പയ്യൻ മൃദംഗം വായിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടേ തന്നെ, ഓ താൻ വന്നോ, എന്നാ കച്ചേരി ചോദിച്ചു. നാളെ പറഞ്ഞു. ഇവന് എൻ്റെ കച്ചേരിക്ക് എനിക്ക് എൻ്റെ പാട്ടിന് മൃദംഗം വായിക്കണമെന്നൊരു മോഹം. എല്ലാം ഗുരുവായൂരപ്പനല്ലേ, അതാണ് ആ എല്ലാം ഗുരുവായൂരപ്പനെയാണ് കാണുന്നതിലാണ് അദ്ദേഹത്തിന്. വായിച്ചോട്ടെ അല്ലേ? ഓ അയ്യോ, ഞാൻ ഒന്ന് തൊഴുതു. നാളെ തൻ്റെ കച്ചേരിക്ക് ഞാൻ തന്നെ വരുന്നുണ്ട്, കച്ചേരി കേൾക്കാൻ പറഞ്ഞു. ഞാൻ അപ്സെറ്റായി, കാരണം ഭാഗവതർ കച്ചേരി കേൾക്കാൻ നേരിട്ട് വരികയാണ്. നേരിട്ട് തൻ്റെ കാർ ഇതേടെ കൊണ്ടുവരും, എൻ്റെ കാറിന് ചെറിയൊരു കേടുണ്ട്, ഇത് വരുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷണിക്കാത്ത വേറൊന്നുമല്ല, ഭാഗവതരേക്ക് ഞാനെങ്ങനെ ക്ഷണിക്കുക, അതുകൊണ്ടെന്താ, താൻ എൻ്റെ പേരക്കുട്ടിയല്ലേ, ക്ഷണിക്കാണ്ട് വരാലോ. പിന്നെ എനിക്ക് കച്ചേരി കേൾക്കാൻ വരണം എന്ന്. എന്നിട്ട് ഞാൻ കാറായിട്ട് വ്യത്യാസം വന്നു. ഇദ്ദേഹം റെഡി ആയിരിക്കുന്നത് അവിടെ. അങ്ങനെ പോയിട്ട് കല്യാണ പന്തലിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർ അന്തം വിട്ടു, കാരണം ഭാഗവതരാണ് ഇരിക്കുന്നത്. ഭാഗവതരെ എല്ലാവരും അറിയാമല്ലോ. പറഞ്ഞു, വധുവരന്മാരെവിടെ ചോദിച്ചു. എൻ്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ, അവർ കല്ല് വീണു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വന്നത്, ഇയാൾ എൻ്റെ പേരക്കുട്ടി പോലത്തെ ഒരാളാണ്, ശിഷ്യനുമാണ്. ഇയാളുടെ കച്ചേരി ഇന്നുണ്ട്, അത് കേൾക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അവിടെ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഭാഗവത തമ്പുരുവാണല്ലോ, തമ്പുരു ഞാൻ ശ്രുതി പിടിച്ച് ശ്രുതി ശരിയാക്കി തരാമോ? ഒരു കാര്യം കൂടി പറഞ്ഞു, പറയാൻ പാടില്ല. ശ്രുതി വീട്ടി തരട്ടെ ചോദിച്ചു എൻ്റെ ഒപ്പം ഇരുന്നിട്ടേ. ഞങ്ങൾ ഭാഗവതരെ ഒന്നും പറയരുതേ, എനിക്കതൊന്നും താങ്ങ് വയ്യ. അല്ല അതുകൊണ്ടെന്താ, താനും പാടുന്നു ഞാനും പാടുന്നു, എൻ്റെ ശിഷ്യൻ എന്താവോ ഒന്നും വേണ്ട ഭാഗവതർ തലചോക്കും പറയാൻ പറ്റുന്നില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് തമ്പുരു അന്ന് കച്ചേരി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ മാസം ഒക്ടോബർ 16-ാം തീയതി 1974 1974 ഒക്ടോബർ 16-ാം തീയതി ഒറ്റപ്പാലത്ത് ഞാൻ കച്ചേരി ചെയ്യാൻ വരുന്നുണ്ട്. അന്നാണ് അദ്ദേഹം മരിക്കുന്നത്. കച്ചേരി ചെയ്യാമെന്ന് പറഞ്ഞാൽ പൈസക്കല്ല. എൻ്റെ ഒരു ശിഷ്യൻ കുഞ്ചു വാര്യർ മറ്റൊരാളുണ്ട്, അയാൾ മൂകാംബിക്ക് പോകുമ്പോൾ എല്ലാ കൊല്ലവും ഞാൻ ഒരു കച്ചേരി എൻ്റെ വകയായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അന്ന് താൻ രാവിലെ മുതൽക്ക് എൻ്റെ ഒപ്പം ഉണ്ടാവണം കേട്ടോ പറഞ്ഞു. അതാണ് നമ്മുടെ ഗുരുത്വം ഉണ്ടായത്. രാവിലെ മുതൽക്ക് എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞു. രാവിലെ ഞാൻ ഉളപ്പോണം എനിക്ക് പോയപ്പോൾ അദ്ദേഹം 74 ഒക്ടോബർ 16
അദ്ദേഹം റിട്ടിയായിട്ട് ഇങ്ങനെ ബ്രഹ്മ തേജസ് വിളങ്ങിക്കൊണ്ടിരിക്കണ മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്പൂരിപ്പാടേ ഉളപ്പണ OMC അല്ല OMV എനിക്ക് 2-3 ആൾക്കാരെ കാണാണ്ട് തൻ്റെ കാറൊന്ന് അറേഞ്ച് ചെയ്യണം. എവിടേക്കാണ് ബഹുദൂരി ചോദിച്ചു. വേങ്ങശ്ശേരി ഒരു ഭരദ്വാജയുണ്ട്, പിന്നെ 2-3 ആളുടെ പേര് പറഞ്ഞു. അവരെ ഇന്ന് കണ്ടേ പറ്റൂ, കുറേ കാലമായി കണ്ടിട്ട് പറഞ്ഞു. ലാസ്റ്റാണത്. അത് കഴിഞ്ഞ് കാറിൽ അന്ന് ഞാൻ ഒപ്പം പോയിട്ടില്ല, ബഹുദൂരും വേറെ ആരോ പോയി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എൻ്റെ അനിയത്തി എന്നോടൊന്ന് പറഞ്ഞു, ബഹുദൂർ ഏതായാലും വീട്ടിലൊന്നും വന്നാൽ കൊള്ളാൻ ഒറ്റപ്പാലം പാലാട്ട് റോഡിലാണ് അവർ കല്യാണം കഴിച്ചത്, വന്നാൽ കൊള്ളാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ സമ്മതമാണോ അറിയില്ലേ. ബഹുദൂരെ എൻ്റെ അനിയത്തി പറയുന്നുണ്ട് ഒന്ന് വീട്ടിലൊന്ന് വന്നാൽ സന്തോഷമായിരുന്നു. തൻ്റെ അനിയത്തിയല്ലേ? ഓ മക്കളെ, ആ കച്ചേരിക്ക് സമയമുണ്ടല്ലോ, നമുക്കൊരു എപ്പോഴാണ് പോകേണ്ടത് വെച്ചൊരു എപ്പോഴായാലും വിരോധമില്ല, ഒരു 6 മണിക്ക് പോകാമെന്ന് പറഞ്ഞു. 6 മണിക്ക് പോകാനുള്ള മാതൃ അവിടുത്തെ മനോരമ കറസ്പോണ്ടൻ്റ് ഉണ്ട്. ഗോപിയല്ല, അതിൻ്റെ മുമ്പേത്തെ പഴയ ആളാണ്, റിട്ടയർ ചെയ്തിട്ടുണ്ടാവും, കോഴിക്കോട് നിന്ന് ഗോപിയേട്ടൻ. അതിൻ്റെ മുമ്പേത്തെ ആളാണ് അദ്ദേഹം പറഞ്ഞു, മുന്നേറ്റ എനിക്കൊരു ഇൻ്റർവ്യൂ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ എന്നും പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ആട്ടും, അദ്ദേഹത്തിനൊന്നും ഇഷ്ടമല്ല. പിന്നെ ചോദിച്ച് വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ വയലും ചോദിച്ച് മനസ്സിലാക്കാം എന്ന് അത്രയേ ഉള്ളൂ. എന്നാലും ഞാൻ വന്നോട്ടെ ചോദിച്ചു. അത് അദ്ദേഹത്തിനൊരു നിമിത്തമായി. ലാസ്റ്റ് ഇൻ്റർവ്യൂ വിത്ത് വൈദ്യനാഥ ഭാഗവതർ, അദ്ദേഹത്തിന് അപ്പോൾ തന്നെ പ്രൊമോഷൻ കിട്ടി. അത് പേപ്പറിലൊക്കെ വന്നപ്പോൾ തന്നെ അതൊരു വലിയ കാര്യമല്ലേ. ഏതായാലും അവിടെ എത്തി, അനിയത്തിൻ്റെ അവിടെ വീട്ടിലിരുന്ന് കുറേ വർത്തമാനം പറഞ്ഞു. സംഗീതം പഠിച്ചതും സംഗീതത്തിൽ ശബ്ദം പോയതും പല പല കഥകളും പറഞ്ഞു. അത് കഴിഞ്ഞൊരു 8-8:30 ആയപ്പോൾ അസാധാരണമായിട്ട് എന്നോടൊന്ന് പറഞ്ഞു, ഭാഗവതരെ ഞാൻ പറഞ്ഞു കച്ചേരി 9 മണിക്കല്ലേ പോരായില്ലേ. ഓ ഞാൻ പോയല്ലേ കച്ചേരി, താൻ ഒരു കാര്യം ചെയ്യൂല, 8 എന്നാ ഭാഗവതർ പറഞ്ഞു, എൻ്റെ കാക്കിൽ വെച്ച് ഒന്ന് നമസ്കരിച്ചോളൂ വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഞാനൊരു 5 ഉറുപ്പ്യ എന്തോ വെച്ചിട്ട് അന്നത്തെ കാലത്ത് ഇതാണ് നമസ്കരിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട് ബിജു, 2 കൈയും തലയിൽ വെച്ചു. ഇപ്പോഴും ആ കൈ ഇങ്ങനെ എൻ്റെ പ്രഷറായിട്ട് കയ്യിലിരിക്കുന്ന പോലെ തോന്നുക. 2 കൈ തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, 2 കാര്യം ഞാൻ പറയാം, ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരു അണ്ടർലൈൻ ചെയ്ത പോലെ അന്ന് പറഞ്ഞു. ലാസ്റ്റ് വേർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്നും പാലിക്കണത്. എന്താണ്? ഒന്നാമത്തത്, ലോകത്തിൽ എവിടെയാണെങ്കിലും ഗുരുവായൂർ സംഗീതോത്സവമുണ്ട് ഡിസംബറിൽ. ഇപ്പം ചെമ്പൈ ഉത്സവമായി. അന്ന് അത് അദ്ദേഹമാണ് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയിട്ടുള്ളതാണ് കുറേ കാലം മുമ്പേ. അവിടെ ഒരു കീർത്തനെങ്കിലും പോയി പാടണം എല്ലാ കൊല്ലവും. ലോകത്തിലെവിടെയെങ്കിലും ഗുരുവായൂരപ്പനെ മുറുക്ക പിടിച്ചോളൂ. അതുപോലെ തന്നെ എൻ്റെ ക്ഷേത്രത്തിൻ്റെ പാർത്ഥസാരഥി ക്ഷേത്രം ചെമ്പയിൽ, അവിടെയും എല്ലാ കൊല്ലവും പാടണം. ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥി ഒന്ന് തന്നെയാണ്, എങ്കിലും പറയുകയാണ് അവൾ. രണ്ടാമത്തെ കാര്യം, കുറച്ചും കൂടി പ്രാധാന്യം, സംഗീതം നമുക്ക് ദൈവം കുറച്ചെങ്കിലും തന്നിട്ടുള്ളത്. ആരാ പറഞ്ഞത്? സംഗീത സാമ്രാട്ട് നമുക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് തന്നിട്ടുള്ളത് കേവലം കച്ചേരി ഇത് പണം മേടിക്കാൻ മാത്രമല്ല, അത് വേണ്ടാന്നല്ല പറഞ്ഞത്, അത് വേണം. അതല്ലെങ്കിൽ നമ്മളെ മുതലാക്കാതിൻ്റെ ഇടയിൽ ആൾക്കാർ കൂടും, അത് വേണ്ട. പക്ഷേ ഒരാൾ ഉണ്ണിയുടെ ക്ഷീരസാഗര ശയനം ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു പാതയിൽ വെച്ചിട്ട് ഒരാൾ പറഞ്ഞ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ വലിയ ആളാണ്, എനിക്ക് വയലിൻ വേണം, മൃദംഗം വേണം, ഇതെന്താ ഇയാൾ എന്നെ വിലയില്ലാണ്ട് പാതയിൽ വെച്ചൊക്കെ എന്നോട് പാടാൻ പറഞ്ഞ് ആ ചിന്തയെ വരരുത്, അപ്പോൾ പാടി കൊടുക്കണം. അപ്പോൾ കാരണം സംഗീതം ദൈവം നമുക്ക് തന്നിട്ടുള്ള സിദ്ധിയാണ്. അത് ഏത് മനുഷ്യനും കൊടുത്താലും ആ മനുഷ്യന്മാരെയൊക്കെ ദൈവങ്ങളായിട്ട് കാണണം. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ശരി, പോവാ, ദൈവമയമാണ് സംഗീതം. അതെ, ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ലാസ്റ്റ് ഡ്രൈവ് കാറിൽ ഞാൻ പോയത്. കച്ചേരി കഴിഞ്ഞു, കച്ചേരി ഗംഭീരമായിട്ട് കഴിഞ്ഞു. കച്ചേരി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിൽ തൊട്ട് വന്നിച്ചു. പൂഴിക്കുന്ന് അമ്പലത്തിൽ അദ്ദേഹം നടക്കിൽ നിന്നും അപ്പോൾ ഒരു 10:15 ഉണ്ടാവും, പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ ലോകത്തിലത്തെ എൻ്റെ എല്ലാ മോഹങ്ങളും അങ്ങ് സാധിപ്പിച്ചു തന്നു. എനിക്ക് 78 വയസ്സായി, 78 വയസ്സാണ്. ഈ വലിയ തടിയും വെച്ച് എന്നെ കഷ്ടപ്പെടുത്തണോ? അപ്പോൾ പിന്നിൽ ചെതലി രാമമാരാരെ പറഞ്ഞിട്ട് പഴയ ഒരു താമ്പക വിദ്വാണ്, അദ്ദേഹമാണ് വീശി കൊടുത്തിരുന്നത്. നിരളത്ത് രാമപൂതോളം ഈ കച്ചേരി ചെയ്യുമ്പോൾ 2 വീശരി 2 ഭാഗത്തും വീശി കൊടുത്തു. ചെതലി രാമമാരാരും അവർ. അപ്പോൾ ചെതലി എന്ത് പറഞ്ഞു, ഭാഗവതര് 120 വയസ്സ് വരെ ഇരിക്കണം എന്ന് പറഞ്ഞു. അവിടുന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പിന്നാക്കുന്ന രാമ മിണ്ടാതിരിക്കേ, നീ ഇതിൽ തലയിടേണ്ടത് ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഇടപാടാണ് കേട്ടോ, അത് ഞങ്ങൾ നോക്കിക്കോളാം, നീ തലയിടണ്ടായില്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തൊഴുത് 5 മിനിറ്റ് മനക്കിലങ്ങടെ എത്തി, അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പോകണ്ടായത്. അപ്പോൾ ആ ഒരു ധന്യമായിട്ടുള്ള ജീവിതം. ഞാനതെല്ലാം വിചാരിക്കണം. യേശുദാസ് എന്നോട് പറഞ്ഞിട്ട് ആ ഉണ്ണിക്ക് അത് അനുഗ്രഹം കിട്ടിയാലോ അവസാനം
ഞാൻ അപ്പോൾ ചോദിക്കാതിരിക്കുകയായിരുന്നു, യേശുദാസ് സാറ് നിത്യേന വിളിക്കുന്ന മണിക്കൂർ കണക്കിന് ഇന്നും ഓരോ കീർത്തനങ്ങളുമായി എങ്ങനെ ദാസ് സാറിന്റെ ഒരു വർത്തമാനങ്ങൾ? അതെ അതെ, എല്ലാ ദിവസവും അങ്ങേ വിളിക്കാറുണ്ടല്ലോ. അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദാസേട്ട അതങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതാണ് ഗുരുത്വം ഈശ്വരാധീനം എന്ന് പറയുന്നത്. അങ്ങനെ പറ്റിയാലോ ദിവസം. അതെ, ഒരു അത്ഭുതമാണോ? അത്ഭുത അല്ല, ആ ഈശ്വരാധീനൊക്കെയാണ് നമുക്കുള്ളത്. അതെ. ഇപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ, ഇപ്പോൾ യേശുദാസ് സാറ് സംഗീത കുലപതി തന്നെയാണ്. അങ്ങ് മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഇപ്പം വിദേശ രാജ്യത്തിന് വിളിക്കുന്നു, കുറേ നേരം സംസാരിക്കും. ആ ഒരു അനുഭവം എങ്ങനെ? അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഞാനൊരു 7:30 മണി ഒരു കൂട്ടം വിളിക്കുക. അപ്പോൾ അദ്ദേഹം ആദ്യം നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, താഴത്തെ അവിടേക്കോ പോടക്കുക. അപ്പോൾ ഭാര്യ എടുത്തു, ആരാ ചോദിച്ചു. അപ്പോൾ ഞാൻ രാജകുമാരനോട്, അയ്യോ ദാസേട്ടനോട് പറയാം ഞാൻ, അദ്ദേഹം ഇപ്പോൾ വരും, വന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. വേണ്ടേ, അദ്ദേഹം ഇപ്പോൾ വന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു. പ്രഭ എന്നോട് പറഞ്ഞു, ഉണ്ണി വിളിച്ചു പറഞ്ഞു, സന്തോഷമായി. ഞാനിന്ന് ഒരു രാംകലി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ രാഗം പഠിക്കണം. ഓരോ ദിവസവും ഓരോ രാഗം പഠിക്കണം. രാംകലി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും പഠിക്കണം. അതൊന്നും പറഞ്ഞു തരട്ടെ? പറഞ്ഞു തരാൻ പറ്റില്ല, ഉണ്ണിക്കൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം, പറഞ്ഞു തരണമെന്നല്ല പറയേണ്ടത്, കേട്ടോളൂ എന്നിട്ട് രാംകലി പാടി തന്നു. ഇതൊന്ന് പാടൂ എന്നോട്. പാടി, ഞങ്ങൾ രണ്ടാളും കൂടി പാടി. അങ്ങനെ അന്നൊരു 11-11:30 മണി വരെ ആയി. 1.5 മണിക്കൂർ. 11:30. പിന്നെ അതെ അതെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാസേട്ടൻ അവിടെ ഉച്ചയാണ്, ഇവിടെ ഞങ്ങൾക്ക് 12 അടുത്ത് ഭാഷയ്ക്ക് വന്നു. എന്നാ വിളിക്കാൻ ചോദിച്ചു. അടുത്ത് വിളിക്കാം. പിറ്റേ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. ഇങ്ങോട്ട് ദിവസം വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് അന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ പഠിക്കണത് ഒരു കാര്യം ചെയ്യൂ, വീഡിയോയിലിടൂ ഫോണെന്ന് പറഞ്ഞു. എൻ്റെ വീട് കാണേണ്ട ഒരു കാര്യം കാണിച്ചു തരാനാണ്. ഈ വീട് ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു. താൻ സുഖമായിരിക്കില്ലേ അവിടെ ചോദിച്ചു. നീ സുഖമായിരിക്കില്ലേ? രാഗസുധ ഭവനം. എനിക്ക് അതേ കൊണ്ടു. അതല്ലേ ഞാൻ ദാസേട്ടന് ഒന്നും തരാൻ പറ്റിയില്ല എന്ന്. എന്താ തരേണ്ടത്? സുഖമായിരിക്കില്ലേ, അത് മതി. എന്നിട്ട് അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പുതിയൊരു രാഗം ഇന്ന് പഠിക്കണത്, പിന്നെ 23ാം മേളകർത്താവായിട്ടുള്ള മാരരഞ്ജിനി എന്നുള്ള രാഗമാണ്. ഇത് കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലത്തെ കീർത്തന അപൂർവമാണ്. ഞാൻ ഇന്നൊരു കീർത്തനവും പഠിച്ചു, അപ്പോൾ പാടാം, നമുക്ക് കുറച്ചായിട്ട് ഞാൻ പാടാം, ഉണ്ണിയൊപ്പം പാടിക്കോളൂ പറഞ്ഞു. അങ്ങനെയും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, നമുക്ക് സംഗീതം മാത്രമേ സംസാരിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇടയിൽ സംഗീതമല്ലേ ഉള്ളത്, ഏറ്റവും അധികം ഉള്ളത്. പിന്നെ നമ്മുടെ മഹാഗുരു നമ്മളെ രണ്ടാളെയും ഒന്നിച്ചാക്കി അത് തുറന്നുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിങ്ങനെ പോകണം. ആ ബന്ധം തുറന്നുകൊണ്ടേ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താ അങ്ങേക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഓണത്തിന് സാമുദായികമായിട്ടുള്ള ഐക്യം കുറേയും കൂടി കൂട്ടി ഉറപ്പിക്കാനുള്ള ഒരു മാവേലി നാട് വാണിയെടുക്കുക, അതല്ലേ പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളത് ഇന്നിപ്പോൾ പലരും അതൊന്ന് വിട്ടുപോകണം. അതാണ് സങ്കടം വരണം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ അന്ന് അച്ഛനും അമ്മയും നാട്ടുകാരെല്ലാവരും കൂടി ആയിട്ട് ഓണസദ്യയും ആയിട്ട് ഒരു കുറേയും കൂടിയും ഒരു മെൻ്റലായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, ഒരു കോറിലേഷൻ വളരെയധികം വന്നിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയങ്ങൾ തമ്മിൽ ഇന്നത്തെക്കാട്ടിലും വികാരവായ്പകൾ പങ്കുവെക്കൽ, മൊബൈലും മറ്റ് ആധുനിക ടെക്നോളജി ഒന്നും വന്നിട്ടില്ലെങ്കിലും അതിനേക്കാട്ടിലും ഇതേ മനസ്സിൻ്റെ ഐക്യം ഏറ്റവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് വളരെ കമ്മിയായിട്ട് വരുന്നു. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കന്മാർക്ക് സമയമില്ല. അതാണ്. പണ്ട് എൻ്റെയൊക്കെ അച്ഛനും അമ്മയും ഒരുപാട് ഈശ്വര കഥകളും നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളെ മാർഗികളായി വളരാൻ വേണ്ടി ഉത്ബോധിപ്പിച്ചിരുന്നു. അത് അന്ന് അത്ര അറിഞ്ഞിരുന്നില്ല. അപ്പം അച്ഛൻ പറയും, താൻ വലുതാവുമ്പോഴാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു തരേണ്ടതിൻ്റെ മെച്ചം അറിയും. ഇന്നിപ്പോൾ രക്ഷിതാക്കന്മാർക്കും സമയമില്ല. അത് ടെക്നോളജി മൊബൈൽ നന്നാ മോശമൊന്നുമില്ല. ഇതിൽ മാത്രം ജീവിതമാകുമ്പോൾ മനുഷ്യന് മറ്റേ മാനുഷിക വശങ്ങളൊക്കെ. അതെ, നമ്മുടെ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ സാറ് പറയുന്നത് മൊബൈലുകൾക്കപ്പുറം ബന്ധങ്ങൾ വളരണം എന്നുള്ളത് തന്നെ. കുട്ടികളൊക്കെ കാലത്തെണീച്ച് ദൈവഭക്തിയോടുകൂടി ഉണർന്ന് ജീവിതം നയിക്കണം എന്ന് തന്നെയാണ്. അതാണ് രക്ഷാക്കന്മാരുടെ നല്ലൊരു ശ്രദ്ധിക്കണം. അവരെന്നെയാണ് ചെയ്യേണ്ടത്. അധ്യാപകർ പിന്നെ വരുള്ളൂ. ആദ്യം രക്ഷാക്കന്മാരുടെ കയ്യിൽ നിന്നാണ് വരേണ്ടത്. അതെ. പുതിയ കാലത്തെ ഒരുപാട് സംഗീത അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ധാരാളം ഷോകളൊക്കെ നടത്താൻ പറ്റുന്നുണ്ട്. വലിയൊരു സാധ്യത ഉള്ള, പണ്ടത്തേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോഴാണുള്ളത് അല്ലേ?
അത് 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 വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഉണ്ട്. ഹൈലി ടാലൻറ്റഡ്. പ്രത്യേകിച്ച് ഞാൻ കാണാറുള്ളതാണ് ഈ ഏഷ്യാനെറ്റിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ, സംഗീതത്തിനെ കുറിച്ചുള്ള ഒരു മ്യൂസിക്കൽ ഷോ ഉണ്ടല്ലോ, റിയാലിറ്റി ഷോ ഉണ്ടല്ലോ. അതെ, റിയാലിറ്റി ഷോകളിലൊക്കെ ഒരുപാട് പേര് കടന്നു വരുന്നു. ഒരുപാട്. എന്ന് മാത്രമല്ല, അവരെങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ ഇത്രയും നന്നായി പാടുന്നത് നമുക്ക് ആശ്ചര്യം. നോക്കാണ്ട്, ലിറിക്സ് നോക്കാണ്ട് ഓർക്കസ്ട്രേഷൻ, അതെ, അത് വലിയൊരു ടാലന്റ് തന്നെയാണ്. അത് കാരണം എന്താ വെച്ചാൽ അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ് കേൾക്കണത്. നമുക്കൊന്നും അന്ന് ഈ ഇത്ര സൗകര്യം ഇല്ലല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് ഓണത്തിന് ഒരു 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 ആശംസ അങ്ങയുടെ വക. അതെ. മലബാർ ന്യൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, പറയാൻ അഡ്വൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയിലല്ല പറയണത്, എങ്കിലും നിങ്ങളെപ്പോലെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് സംഗീതത്തിനെ ഉപാസിക്കണ ഒരു എളിയ കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, തമ്മിൽ അസൂയ, വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരിലും ഈശ്വരാംശമുണ്ട്, ആ ഈശ്വരാംശം എല്ലാവരുടെ ഉള്ളിലുണ്ട്, ആ ഈശ്വരാംശത്തിനെ ബഹുമാനിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് കാരണം സ്നേഹത്തിൻ്റെ ശക്തി അതിഭയങ്കരമാണ്. സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണെന്നിപ്പോൾ ഈ ഭയങ്കര ഇതൊക്കെ വരണത്, ഇന്നത്തെ കലാപങ്ങളൊക്കെ വരണത്. ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ മിണ്ടാതിരിക്കരുത്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോഴാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നുള്ളൂ. അങ്ങനെയായിട്ട് എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറി നമ്മുടെ സാന്നിധ്യം എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കത്തക്കവണ്ണം വരുത്തണം. സംഗീതം പോലുള്ള മഹത്തായിട്ടുള്ള കലകളുടെ ആ അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശം ഈ സ്നേഹം പ്രസരിപ്പിക്കലാണ് എന്നാണ് വിചാരിക്കുന്നത്. സ്നേഹമണികൾ മുടങ്ങുന്ന ഓണക്കാലമാണ്, തുമ്പപ്പൂവെ ഒരു പൂവേ പൂത്തിരുളേ നാളേക്കൊരു വട്ടി പൂ തരുമോ എന്ന് പറയുന്ന ആർദ്രമായ വരികൾ, അതുപോലെ കൃഷ്ണ രാധികേ, രാധിക കൃഷ്ണ എന്ന് പറയുന്ന ഗാനങ്ങൾ, എത്ര മനോഹരമായ ഗാനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള മഹാനായ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ സാറാണ് നമ്മോട് ഇതുവരെ ഓണവിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവിശേഷങ്ങളും പങ്കുവച്ചത്. നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം. വലിയ സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് വലിയ സന്തോഷം സാർ. സന്തോഷം. ബിജു അടക്കം എല്ലാവർക്കും, നമ്മുടെ ക്യാമറാമാൻ താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്, പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താം. വലിയ സന്തോഷം സാർ, വലിയ സന്തോഷം.